കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ പിണറായി തെറ്റായ നയങ്ങൾക്കെതിരായി, ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ കുന്തമുന അത് UDF ആണ്. തീർച്ചയായിട്ടും പിണറായി സർക്കാരിൻ്റെ ഈ ജനവിരുദ്ധ നയങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയുന്നത് UDFന് മാത്രമാണ്. മറുവശത്തുള്ളൊക്കെ അവകാശവാദങ്ങളല്ലേ. 9 വർഷക്കാലം 9.5 വർഷക്കാലം പിണറായി വിജയൻ എൻ്റെ അച്ഛനെ പോലെയാണ് എന്ന് പറഞ്ഞു നടന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇതാ ഇന്നു മുതൽ ഞാൻ പിണറായി വിജയനെതിരാണ് എന്ന് പ്രഖ്യാപിച്ച ജനങ്ങൾ വിശ്വസിക്കണ്ടേ? അതവിടെ നിൽക്കട്ടെ. ഞങ്ങൾ ആ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ കാര്യമായി പരിഗണിക്കുന്നതേയില്ല. അദ്ദേഹത്തിന് വോട്ട് ചോദിക്കാൻ അവകാശമുണ്ട്, അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ പോകാൻ അവകാശമുണ്ട്. അത് ജനാധിപത്യ അവകാശമാണ്, അതിനൊന്നും നിഷേധിക്കുന്നില്ല. ഇവിടെ പോരാട്ടം എന്ന് പറയുന്നത് വളരെ UDFും LDFും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത്. അതിലപ്പുറമുള്ള അലങ്കാരമൊന്നും ഈ പോരാട്ടത്തിന് ആരും ചമച്ചു കൊടുക്കേണ്ടതില്ല. അങ്ങനെ ആക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള മാനം കളയാനും ഇതിനപ്പുറം രാഷ്ട്രീയ മാനത്തിലപ്പുറം ഇതിൽ മറ്റ് തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു എന്ന് സമർത്ഥിക്കാനും വേണ്ടി LDFനെതിരായി വരുന്ന ആരോപണങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി, LDFനെതിരായിട്ട് വരുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. അതിൽ ചില മാധ്യമങ്ങൾക്കും അക്കാര്യത്തിൽ പങ്കുണ്ട്. ഞങ്ങൾക്ക് അതിൽ ചില പ്രയാസങ്ങളുണ്ട്. അത് ഞങ്ങൾ തുറന്നു പറയുകയാണ്. ഇവിടെ നിലമ്പൂർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? നിലമ്പൂർ ചർച്ച ചെയ്യപ്പെടുന്ന വളരെ നിലമ്പൂരിൻ്റെതായിട്ടുള്ള സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്, വികസന പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ 9 വർഷക്കാലം ഇവിടെ MLA ആയിരുന്ന ആൾ ഉത്തരവാദിയാണ്. ആ 9 വർഷം അദ്ദേഹം LDFന്റെ MLA ആയിരുന്നു. LDF സർക്കാർ ഉത്തരവാദിയാണ്. വനമേഖലയിലെ ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി 9 വർഷക്കാലം MLA എന്താ ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ എന്താ ചെയ്തിട്ടുള്ളത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം വിചാരണ ചെയ്യപ്പെടും. ഇവിടുത്തെ വികസന പ്രശ്നങ്ങളുണ്ട്, അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്ന കാലത്ത് അനുവദിക്കപ്പെട്ട കോളേജിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ഇവിടെ ബൈപ്പാസ് എന്ന് പറയുന്ന ആര്യാടൻ മുഹമ്മദ് കാലത്ത് അനുവദിക്കപ്പെട്ട ബൈപ്പാസ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, സങ്കീർണമായിട്ടുള്ള പ്രയാസങ്ങൾ നിലമ്പൂരിലുണ്ട്. ഞങ്ങൾ അതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ CPM പറയുന്നത് പോലെ രാഷ്ട്രീയം പറയാതെ, അതല്ലെങ്കിൽ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടാക്കാമെന്ന് CPM കരുതുന്നുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. നിലമ്പൂരിൻ്റെ ഓരോ തെരുവുകളിലും ഞങ്ങൾ ഈ ഇടത് സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ, പിണറായി സർക്കാരിൻ്റെ BJP അനുകൂല നിലപാടുകൾ, RSS അനുകൂല നിലപാടുകൾ ഞങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിജയരാഘവൻ പറഞ്ഞത് എന്താ? നിലമ്പൂരിലെ ജനങ്ങൾ കൊടുത്തത് 60,000-ലധികം ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്തത്. ആ ഭൂരിപക്ഷത്തിന് പുറകിൽ ആ വോട്ട് ചെയ്തവരൊക്കെ വർഗീയവാദികളാണെന്ന് പറഞ്ഞ വിജയരാഘവന്റെ പ്രസ്താവന പിൻവലിച്ചിട്ടുണ്ടോ? നിലമ്പൂരുകാർ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? വിജയരാഘവൻ ഈ നിമിഷം വരെ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് പുറകിലുള്ളത് വർഗീയവാദികളാണെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന പിൻവലിച്ചിട്ടില്ലല്ലോ. ഇവിടെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അതിരാവിലെ വ്യായാമം ചെയ്യാൻ പോകുന്ന ആളുകളിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലുണ്ട് എന്ന് കരുതിയിട്ട് അവരൊക്കെ തീവ്രവാദികളാണ്, അത് തീവ്രവാദ പരിശീലനമാണ് എന്നും പറഞ്ഞ CPMന്റെ നിലപാട് അവർ പിൻവലിച്ചിട്ടുണ്ടോ? അപ്പോൾ ആളുകളെ മുഴുവൻ തീവ്രവാദികളാക്കാനും വർഗീയവാദികളാക്കാനും സമൂഹത്തിൽ ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കാനും വേണ്ടി CPM കേരളത്തിൽ RSSനേക്കാൾ വലിയ RSS ആയിട്ട് പണി നടത്തുന്നു. തൃശ്ശൂരിൽ BJPയെ വിജയിപ്പിക്കാൻ വേണ്ടി കേരളത്തിലുടനീളം CPMും BJPയും തമ്മിലുണ്ടാക്കിയിട്ടുള്ള അന്തർധാര ഇന്ന് പൊതുസമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള ചർച്ചയാണ്. അത് തീർച്ചയായിട്ടും നിലമ്പൂരിലും സ്വാധീനിക്കും. അപ്പൊ CPMും RSSും തമ്മിൽ എന്തൊരു സ്നേഹമാണ്. ഇപ്പൊ ദേശീയപാത തകർന്ന സമയത്ത് മലപ്പുറം ജില്ലയിലാണ് ഇവിടെ കൂരിയാട് ദേശീയപാത തകർന്നത്. ആ സമയത്ത് രണ്ട് കൂട്ടരെയും ഭാഷ ഒരുപോലെയല്ലേ? ഇപ്പൊ രണ്ട് കൂട്ടർക്കും ഇതിൽ പങ്കാളിത്തമില്ല. നേരത്തെ ഈ ദേശീയപാതയ്ക്ക് 2 അച്ഛന്മാരായിരുന്നു. ഇപ്പൊ 2 കൂട്ടർക്കും ഇതിൽ പങ്കാളിത്തമില്ല പോലെയാണ് പറയുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് ആ മുതൽ ക്ഷ വരെ നടത്തിയിട്ടുള്ളത് ദേശീയപാത വികസന അതോറിറ്റിയാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. മറുവശത്ത് കേരള സർക്കാരിനെ കുറ്റപ്പെടുത്താൻ BJPയും തയ്യാറല്ല. ഇവർ തമ്മിൽ ഇപ്പൊ എന്തൊരു ചേർച്ചയാണ്. ഇവരുടെ ശബ്ദത്തിന് പോലും എന്തൊരു സാമ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അഭിലാഷ് ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ? ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എന്ന് പറയുന്നതിൽ അത് അൻവറിന്റെ അല്ലെങ്കിൽ CPMനും അതല്ലെങ്കിൽ BJPക്കും ഒരേ ഭാഷയാണുള്ളത്. ഇവിടെ LDFനകത്ത് ഒരു റിബൽ ശബ്ദമുണ്ടായി, LDFനകത്ത് പ്രശ്നങ്ങളുണ്ടായി, പിണറായി വിജയൻ സർക്കാരിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായി, ഒരാൾ പുറത്തു വന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഉണ്ടായതാണ്. അപ്പൊ ആ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക്, നിലമ്പൂരിലെ ജനങ്ങൾക്ക് പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരായ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ്. ഈ രാജ്യത്ത് ഒട്ടേറെ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ BJPക്ക് ഈ തരത്തിൽ തെരഞ്ഞെടുപ്പുകളുള്ള പ്രതിപക്ഷ വിലയിരുത്തൽ കൂടി ഉണ്ടാവുമെന്ന കാര്യം അംഗീകരിച്ചുകൊണ്ടാണോ ഇത് പറയുന്നത്? താങ്കളുടെ തന്നെ അവസരമാണ്. ഞാൻ പറയുന്നതാണ്, ഞങ്ങൾക്ക്
പിണറായി വിജയൻ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ തെരുവിൽ വിചാരണ ചെയ്യാൻ കിട്ടിയ അവസരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത്. മറുവശത്ത് BJP തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ സാധ്യതയില്ല, ഞങ്ങൾ പരാജയപ്പെടും എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് പുറത്തു വന്നിരുന്നത്. സാധാരണയിൽ ഒരു പാർട്ടിയുടെ ഒരു നേതാവും പറയാത്ത ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ വ്യാപകമായിട്ട് വിമർശനം പാർട്ടിക്കകത്തുനിന്ന് മുന്നണിക്കകത്തുനിന്നുണ്ടായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. അവർ സഖ്യകക്ഷിയായിട്ടുള്ള BDS തുറന്നു പറഞ്ഞു, ഞങ്ങളെ മത്സരിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ചില സഖ്യകക്ഷികൾ പറഞ്ഞു ഞങ്ങളോട് ചോദിക്കാതെയാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയതെന്ന് പറഞ്ഞ് NDAക്ക് അകത്തെ സഖ്യകക്ഷി തന്നെ പോയിട്ട് നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഞാൻ അവർക്ക് ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നൊക്കെ ആ മുന്നണിയുടെ താല്പര്യമാണ്. പക്ഷെ ഒരു കാര്യം പറയാം, ഇന്നലെ ഏതെങ്കിലും വിഭാഗത്തിന്റെ ഭാഗമായിട്ട് ആ പക്ഷത്തിന് വേണ്ടി സംസാരിച്ച ശേഷം പിറ്റേന്ന് പോയി പിന്നെ അതല്ലെങ്കിൽ വേറൊരു പാർട്ടിയിൽ ചേർന്നതിനോ വേറൊരു നിലപാട് സ്വീകരിക്കുന്നത് പോലെയല്ല. രാവിലെ ഒരു പാർട്ടിയുടെ ഭാഗമായിരുന്ന ഒരാളെ ആ പാർട്ടിയിൽ നിന്ന് രാജിവെപ്പിക്കാതെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്നത്. നോക്കൂ, ഇവിടെ RSSന്റെ ബൗദ്ധിക ആചാര്യനായിരുന്ന അല്ലെങ്കിൽ അഖില ഭാരതീയ ബൗദ്ധിക പ്രമുഖായിരുന്ന ഹരിയെ ആക്ഷേപിക്കുകയും അങ്ങേയറ്റം ആക്ഷേപിക്കുകയും അദ്ദേഹത്തെ ഒരു ക്രൈസ്തവ പുരോഹിതനുമായി ചേർത്ത് ആ പക്ഷമാണെന്ന് പറയുകയും ചെയ്ത ആളുകൾ ഒരു സുപ്രഭാതത്തിൽ RSSന്റെ വക്താക്കളായി മാധ്യമങ്ങളിൽ വന്നിരുന്നത് പോലെ അല്ല ഇത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യമാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഈ നിലമ്പൂരിന്റെ ഒരു പാരമ്പര്യമുണ്ട്. നിലമ്പൂരിലെ ഞാൻ നേരത്തെ പ്രവർത്തിച്ചിരുന്ന പാർട്ടി എന്നുള്ള എനിക്ക് കൃത്യമായിട്ട് അറിയാം. വളരെ ആഴത്തിലുള്ള സംഘപരിവാറിന്റെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ള പ്രദേശമാണ്. അപ്പൊ ആ പ്രദേശത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ മറ്റൊരു പാർട്ടിയിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്ത് കൊണ്ടുവരേണ്ട ഗതികേട്ടിലേക്ക് BJP എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ CPM-ഉമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ആ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇവിടെ വിലപ്പോകാൻ പോകുന്നില്ല. ഇവിടെ കൃത്യമായിട്ടുള്ള മത്സരം LDF-UDF പോരാട്ടമാണ്. ആ LDF-UDF പോരാട്ടത്തിൽ അജയ്യമായിട്ടുള്ള വിജയം, അത്യുജ്വലമായിട്ടുള്ള വിജയം ആര്യയുടെ ഷൗക്കത്തിനുണ്ടാവും. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോകുന്നതിന് ഒറ്റ ചോദ്യം കൂടി ആ കാര്യത്തിൽ. അതിന് തുടർച്ചയായിട്ടാണ് ശ്രീ സന്ദീപ് വരശ്ശേരി, ഇത് ഭരണം വിലയിരുത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്. താങ്കൾ പറഞ്ഞതുപോലെ LDF മുന്നണിക്കകത്തു നിന്ന് ഒരാൾ പുറത്തു വന്ന ആ സർക്കാരിനെ പുലഭ്യം പറഞ്ഞു, ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിന്റെ ബേസിസിൽ നടക്കാൻ പോകുന്ന സിറ്റിംഗ് MLA ആയി രാജിവെച്ച ആൾ തന്നെ ഒരു വശത്ത് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ജയിക്കേണ്ടതാണ്, പ്രതിപക്ഷത്തിന് ഒരു കേക്ക് വാക്ക് ആകേണ്ടതാണ്. എങ്ങാനും ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ പിണറായി വിജയൻ 3.0 ചുവപ്പ് പരവതാനി വിരിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ സാഷ്ടാംഗം പറയുന്നു, പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തോറ്റാൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. അഭിലാഷേ, നമ്മൾ എത്രയോ ചർച്ചകൾ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ എത്രയോ കാലം മുമ്പ് അഭിലാഷിനോട് പറയുന്നൊരു കാര്യമാണ്, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ച് ഒരു തരത്തിലുള്ള മറുപടി ഞാൻ പറയില്ല എന്നുള്ളത്. അത് രാഷ്ട്രീയമായിട്ട് ശരികേടാണ്. രണ്ടാമത്തെ കാര്യം പറയാം, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അത്യുജ്വലമായ വിജയം നേടാൻ പോവുകയാണ്. നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കേണ്ട. അഭിലാഷിന് ആഗ്രഹം ഉണ്ടാകാം, ഒന്ന് സ്വരാജ് ജയിച്ച് കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാകാം, പക്ഷെ അതൊന്നും നിലമ്പൂരിൽ നടപ്പാകാൻ പോകുന്നില്ല. നിങ്ങൾ പാലക്കാട് സരിന് വേണ്ടി അത്യധ്വാനം ചെയ്തതുപോലെ പുതുപ്പള്ളിയിലും അതുപോലെ തൃക്കാക്കരയിലും ഒക്കെ ഇടതുപക്ഷത്തിന് വേണ്ടി കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകർ അത്യധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ വെറുതെ വെള്ളം കോരുകയാണ്. ഉജ്ജ്വലമായ വിജയം സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചതേ ഉള്ളൂ. അത് അപ്പുറത്തെ കൂട്ടരോട് വേണ്ട, വെറുതെ കഷ്ടപ്പെടണ്ട. എന്തായാലും നിങ്ങൾക്ക് എന്താ തോറ്റൂടെ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇലക്ഷന്റെ റിസൾട്ട് വരട്ടെ. ഞാനിപ്പോൾ ആർക്ക് വേണ്ടിയിട്ട് അധ്വാനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടു കൂട്ടരും ജനാധിപത്യമല്ലേ, രണ്ടു കൂട്ടരല്ല 4 കൂട്ടർ. ആർക്കാണോ ജനങ്ങളുടെ വോട്ട് കിട്ടുക മാത്രം നടന്ന പോരാട്ടമാണ്. ഓക്കെ, ജയിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.